നമസ്കാരം. എൻ്റെ ചോദ്യത്തിന് മറുപടി കിട്ടിയിട്ടില്ല. കാരണം ഇപ്പം മനുഷ്യത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം രാമൻ ജീവിച്ചിരുന്നു എന്ന് പറയുന്നവരും രാമൻ ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകൾ രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നവരാണ്. പക്ഷേ അവർക്ക് രാമൻ ജീവിക്കും എപ്പോഴെന്നറിയണ്ടേ? ശംഭുകനെ കൊന്നു എന്ന് പറയുമ്പോൾ രാമൻ ജീവിച്ചിരുന്നു. ബാലിയെ ഒളിയമ്പെയ്ത് കൊന്നു, അപ്പൊ രാമൻ ജീവിച്ചിരുന്നു. കർണനെ ചതിയിൽ കൊന്നു, അപ്പൊ ശ്രീകൃഷ്ണൻ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടി 14 കൊല്ലം രാമൻ കാട്ടിലേക്ക് പോയി. രാമൻ കെട്ടുകഥയാണ്. അപ്പൊ രാമൻ നെഗറ്റീവ് ചെയ്തു എന്ന് പറയാൻ രാമൻ ജീവിച്ചിരുന്നു എന്നും രാമന്റെ 1000 പോസിറ്റീവുകളെ കുറിച്ച് പറയുമ്പോൾ രാമൻ കെട്ടുകഥയാണെന്നും പറയുന്നതാണ് പൊതുവെ കണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ശൂദ്രനായ ശംഭുകനെ രാമൻ കൊന്നു എന്ന് പറയുമ്പോൾ ആരാണ് ശൂദ്രൻ, ആരാണ് ക്ഷത്രിയൻ, ആരാണ് വൈശ്യൻ, ബ്രാഹ്മണൻ, ഇതാരാണ് എന്നറിയാൻ നമ്മൾ 1000 വർഷം മുമ്പ് 10000 വർഷം മുമ്പുള്ള ചരിത്രം പഠിക്കാതെ ഈ 2023 ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: നരേന്ദ്രമോദി ഏത് വർണ്ണത്തിൽപ്പെട്ട ആളാണ് നിങ്ങളുടെ സങ്കല്പത്തിൽ? ഇപ്പൊ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇപ്പോഴും പറയുന്ന വാക്കാണല്ലോ ബ്രാഹ്മണ മേധാവിത്വം. RSS ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ആളുകളാണ് എന്നൊക്കെ. അപ്പൊ അങ്ങനെയെങ്കിൽ ഭാരതത്തിന്റെ രാഷ്ട്രപതി ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ആളാണോ? ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ആളാണോ? മഹാഭാരതം എഴുതിയ, ഭഗവത്ഗീത എഴുതിയ, വേദങ്ങളെ 4 പകുത്ത കൃഷ്ണദ്വൈപായനൻ എന്ന സത്യവതി എന്ന മുക്കുവ സ്ത്രീയുടെ മകൻ, മുക്കുവനായ വേദവ്യാസൻ ആരാണ്? രത്നാകരൻ എന്ന കാട്ടാളൻ വാൽമീകിയായി എന്ന് വാൽമീകി രാമായണത്തിൽ ഇല്ലെങ്കിലും അധ്യാത്മ രാമായണത്തിൽ പ്രതിപാദിക്കുന്നു. അങ്ങനെയെങ്കിൽ കാട്ടാളൻ ഇന്നത്തെ ഭാഷയിൽ ആദിവാസി ആരാണ്? ബ്രാഹ്മണനാണോ, ക്ഷത്രിയനാണോ, വൈശ്യനാണോ, ശൂദ്രനാണോ? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജാതി ഏതാണ്? യാദവകുല വംശജനാണ്. അദ്ദേഹം ഇന്ന് OBC കാറ്റഗറിയിലാണ് യാദവ കുലത്തെ, നമ്മുടെ ലാൽ പ്രസാദ് യാദവിന്റെ ഒക്കെ കുലത്തെ പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ചോദിച്ചത്. അപ്പോൾ പറയുന്നു എല്ലാവരെയും മനുഷ്യരായി കാണണം ഈ 2023. വർണ്ണങ്ങളും ജാതികളൊന്നും പാടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നുകൂടെ? BJP പറയുന്നു പട്ടിണി കിടക്കുന്നവരോട് ജാതിയും മതവും ചോദിക്കരുത്, അവരുടെ സാമ്പത്തിക അവശത നോക്കിയിട്ട് വേണം അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുവാൻ. അപ്പോൾ അറിയാം ഇവിടെ തനിനിറം. ഇപ്പൊ എൻ്റെ ഒരു മുസ്ലിം അധ്യാപകനുണ്ട്, സുഹൃത്തായ ഒരു മുസ്ലിം അധ്യാപകൻ. വലിയ സാഹിത്യമൊക്കെ പറയും, വലിയ മാനുഷിക സ്നേഹമൊക്കെ പറയും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ യാത്രാമധ്യേ ഒരു സംവാദം നടത്തുമ്പോൾ ചോദിച്ചതായിരുന്നു, അങ്ങനെയെങ്കിൽ ക്ലാസ് മുറിയിൽ ഹിന്ദു കുട്ടി, മുസ്ലിം കുട്ടി, ക്രിസ്ത്യൻ കുട്ടി എന്ന് വേർതിരിക്കുന്നു. നിങ്ങൾ മുസ്ലിം കുട്ടിയാണെങ്കിൽ 1200 രൂപ ലംസം ഗ്രാൻഡ് കിട്ടും. അപ്പോൾ എൻ്റെ മകൾക്ക് അത് കിട്ടില്ല. എന്തുകൊണ്ട്? അവൾ ഹിന്ദു കുട്ടിയാണ്. എൻ്റെ സുഹൃത്തിൻ്റെ, നിങ്ങളുടെ മകൾ മുസ്ലിം കുട്ടിയാണ്. അപ്പോൾ ക്ലാസ് മുറിയിൽ നമ്മുടെ മക്കളോട് മതം ചോദിച്ച് സ്കോളർഷിപ്പ് കൊടുക്കുന്നു. ഇത് നമുക്ക് എടുത്തു കളഞ്ഞൂടെ? ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇത് എടുക്കേണ്ടതല്ലേ? മതം നോക്കി സ്കോളർഷിപ്പ് കൊടുക്കേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി. അദ്ദേഹം പറയാണ് ഇത് ഇന്ത്യൻ ഭരണഘടന പറയുന്ന ന്യൂനപക്ഷ അവകാശമാണ്, അത് ഭരണഘടനാ ശില്പി തന്നെ മുസ്ലിങ്ങൾക്ക് നൽകിയതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ ഭരണഘടന എന്ന് പറയുന്നത് ഇരുമ്പൊലക്കയല്ല, ഭരണഘടന ഭേദഗതിക്ക് വിധേയമാണ്. ഭരണഘടനയ്ക്ക് ജീവനൊന്നുമില്ല. പാർലമെന്റിൽ ഭൂരിപക്ഷം ആർക്കാണോ ഉള്ളത് അവർക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാം. 950 ജനുവരി 26 ഒരു ഭരണഘടനയിൽ 100 കണക്കിന് ഭേദഗതികൾ നമ്മൾ വരുത്തിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും ഒടുവിൽ ചെയ്തതാണ്. അപ്പൊ 370-ാം വകുപ്പ് കാശ്മീരിലെ പ്രത്യേക ഒരു രാജ്യമാക്കി, ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ അപമാനത്തിന്റെ ചിഹ്നമായ ഒരു രാജ്യം, അതായിരുന്നു കാശ്മീർ. അതൊക്കെ ആണൊരുത്തൻ പ്രധാനമന്ത്രിയായപ്പോൾ എടുത്തു കളഞ്ഞു. അപ്പൊ ഇങ്ങനെ ഭരണഘടന ഭേദഗതി ചെയ്യാമല്ലോ, എന്നിട്ട് നമുക്ക് സാമ്പത്തിക സംവരണം കൊണ്ടുവന്നുകൂടെ എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യവാദിയും മതേതരവാദിയും ഒക്കെ പറയുന്ന ആള് ഒരു കമ എന്നൊരു അക്ഷരം പറയുന്നില്ല. അതായത് നിങ്ങളെല്ലാം ഈ പറയുന്ന മതേതരത്വമൊക്കെ പറയും, പക്ഷെ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ജൂതൻ, പാഴ്സി, ഹിന്ദു എന്ന് ക്ലാസ് മുറിയിൽ തന്നെ നമ്മുടെ കുട്ടികളെ വേർതിരിക്കാതിരിക്കാൻ പട്ടിണി കിടക്കുന്നവരോട് ജാതിയും മതവും ചോദിക്കരുത് എന്ന് പറയുന്ന സാമ്പത്തിക സംവരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഈ മതേതരന്മാരുടെ തനി നിറം നമുക്ക് മനസ്സിലാവും. തീർന്നില്ല. ഏക സിവിൽ കോഡ് എല്ലാവരെയും ഒന്നായി കാണണം. ഇപ്പൊ മുസ്ലിങ്ങൾ പറയുന്നു ക്രിമിനൽ കേസ് ഞങ്ങൾക്ക് ഇന്ത്യൻ നിയമം മതി, ഞങ്ങൾക്ക് ഇസ്ലാമിക നിയമം വേണ്ട, കട്ടാൽ കൈവെട്ടണ്ട, വ്യഭിചരിച്ചാൽ ഉടുതുണി കൊണ്ട് വരിഞ്ഞു കെട്ടി കല്ലെറിഞ്ഞ് ഞങ്ങളെ കൊല്ലണ്ട, അതൊക്കെ ഇന്ത്യൻ നിയമം മതി.
ഞങ്ങൾക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടണം, പെട്ടെന്ന് പുറത്തിറങ്ങണം, ഇങ്ങനെ വിലസി നടക്കണം, അതൊക്കെ ഇന്ത്യ നെമ്മതി. പക്ഷെ കല്യാണ കേസിൽ സ്വത്തവകാശം, ദത്തെടുക്കുന്നു, ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങൾക്ക് ശരിയത്തേ പറ്റുള്ളൂ, ഞങ്ങൾക്ക് ഇസ്ലാമിക നിയമമേ പറ്റുള്ളൂ, ഞങ്ങൾ പരമാവധി കല്യാണം കഴിക്കണം, ഞങ്ങൾക്ക് നേരത്തെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ സ്വത്താണെങ്കിൽ സ്ത്രീക്ക് പകുതി കൊടുക്കില്ല. പുരുഷന്റെ, അതായത് ആ മകന്റെ അതേ അവകാശം മകൾക്ക് ഞങ്ങൾ കൊടുക്കില്ല. കല്യാണം കഴിച്ചിട്ട് അനേക വർഷം കഴിഞ്ഞിട്ടും മക്കളില്ലാത്ത ഒരു ദമ്പതികൾക്ക് ഒരു മുസ്ലിം കുട്ടിയെ ദത്തെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അപ്പൊ ഇങ്ങനെ അനേകം നിയമങ്ങൾ സ്ത്രീ വിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ഏകീകരിക്കാൻ വേണ്ടി ഏക സിവിൽ കോഡ് പറ്റുമോ? അപ്പൊ ഈ മനുഷ്യത്വമൊക്കെ പറയുന്ന ആൾ പറയും ഏക സിവിൽ കോഡ് പറ്റില്ല, കാരണം ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്ക് ഭരണഘടനയിൽ പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ മനുഷ്യനെ വേർതിരിച്ചു കാണുന്നു. ബ്രാഹ്മണൻ, ശൂദ്രൻ എന്നൊക്കെ ഇന്നും നിങ്ങൾ പറയുന്നു. ആരാണ് ശൂദ്രൻ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറുപടിയില്ല. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലെ പുലയ പറയ സമൂഹത്തിൽപ്പെട്ട ആളുകളെ ദളിതന്മാർ എന്ന് വിളിക്കുന്നു. പ്രധാനമായിട്ടും അന്ന് പോപ്പുലർ ഫ്രണ്ടുകാരനായിരുന്നു ഇതിന്റെ കലാപരിപാടി ചെയ്തത്. അതായത് പുലയനെ, പറയനെ, ആദിവാസി എല്ലാം ഈ പറയുന്ന അടിച്ചമർത്തപ്പെട്ട വിഭാഗമാണെന്നൊക്കെ. ഒരു അടിച്ചമർത്തലും ഉണ്ടായിട്ടില്ല. അവർക്ക് കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഒക്കെ ഉണ്ട്. അതെല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. പട്ടിണി കിടക്കുന്ന അനേകം നമ്പൂതിരിമാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവശതയ്ക്കും പട്ടിണിക്കും ജാതിയും മതമൊന്നുമില്ല. ഇപ്പൊ ഒരുപാട് ഭിക്ഷാടനത്തിന് ഞങ്ങളുടെ എല്ലാ നാട്ടിലും മുസ്ലിങ്ങൾ വരാറുണ്ട്. അവർ പൊന്നാനി, താനൂർ, കടപ്പുറം ഭാഗത്ത് വരുന്ന അവശത അനുഭവിക്കുന്ന മുസ്ലിങ്ങളുണ്ട്, അവശത അനുഭവിക്കുന്ന ക്രിസ്ത്യാനിയുണ്ട്, അങ്ങേയറ്റം ദാരിദ്ര്യമുള്ള നമ്പൂതിരിയുണ്ട്, പുലയനും പറയനും ഉണ്ട്. ഈ പട്ടിണിക്കും ദാരിദ്ര്യത്തിനൊന്നും മതവും ജാതിയൊന്നുമില്ല. ഈ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് നിങ്ങളാണ്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം. ഈ പ്രപഞ്ചത്തിലെ സർവ്വതും സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനം പദാർത്ഥങ്ങൾ എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഏക സിവിൽ കോഡിന് അനുകൂലമാണോ? നിങ്ങൾ സാമ്പത്തിക സംവരണത്തിന് അനുകൂലമാണോ? നിങ്ങൾ ഏക സിവിൽ കോഡ് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങൾ കാന്തപുരത്തിനൊപ്പമല്ലേ നിൽക്കുന്നത്? ഇവിടെ സ്ത്രീ അടിച്ചമർത്തപ്പെടുന്നു. മുസ്ലിം സ്ത്രീകൾ പറയുന്നു ഏക സിവിൽ കോഡ് വരണം. മുത്തലാഖ് നിരോധിച്ചപ്പോൾ നിങ്ങൾ ആർക്കൊപ്പം നിന്നു? മുസ്ലിങ്ങൾക്കൊപ്പം നിന്നു. അതായത് ഏക സിവിൽ കോഡ് വേണമെന്ന് EMS പറഞ്ഞു. ഏക സിവിൽ കോഡ് വേണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാർ മുഴുവനും പറഞ്ഞു. പക്ഷെ എന്താണ് ഇന്നത്തെ അഭിപ്രായം? അപ്പൊ നിങ്ങൾ ഈ പ്ലേറ്റ് മാറ്റി കളിക്കരുത്. ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കുക. ഈ ആശയത്തെ ലോകത്തോട് പ്രഖ്യാപിക്കുക. ഇവിടെയാണ് നിങ്ങൾ ശംഭുകനെ രാമൻ കൊന്നു, ഇതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. ശംഭുകൻ ശൂദ്രനായതുകൊണ്ട് കൊല്ലപ്പെട്ടതല്ല. ശംഭുകൻ ശൂദ്രനാണോ എന്ന് രാമൻ ചോദിച്ചിട്ടുമില്ല. ശംഭുകന്റെ വർണ്ണം അവിടെ വിഷയമായിരുന്നില്ല. ശംഭുകന്റെ ആവശ്യം സാമൂഹ്യ വിരുദ്ധമായിരുന്നു, അല്ലെങ്കിൽ അന്ന് നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കെതിരായിരുന്നു. ഉടലോടുകൂടി സ്വർഗത്തിൽ പോവുക. ഇവിടെ രാമനെ നോക്കൂ. രാമനെ വിമർശിച്ച ആൾ ആരാ? ഒരു അലക്കുകാരനാണ്. രാമന്റെ ഭാര്യയെക്കുറിച്ച് തികച്ചും തെറ്റായ കുപ്രചരണം നടത്തി, അങ്ങേയറ്റം തെറ്റായ പ്രചരണം നടത്തിയിട്ട് രാമന് തൻ്റെ ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അതായത് ഒരു രാജാവ് ഏറ്റവും നികൃഷ്ടനായ പ്രജയുടെ വിമർശനത്തിന് പോലും ചെവി കൊടുക്കുന്നവരാണ്. ഇപ്പൊ രാജാവിന്റെ ഭാര്യയിൽ സംശയം സ്വാഭാവികമാണ്. കാരണം സീതാദേവി അഗ്നി പരീക്ഷ നടത്തിയത് അങ്ങ് ലങ്കയിൽ വെച്ചിട്ടാ. അത് അയോധ്യയിലെ ജനങ്ങൾക്ക് അറിയില്ല. അപ്പൊ അയോധ്യയിലെ ഒരു നിസാരനായ ഒരു അലക്കുകാരന്റെ ആരോപണത്തിന് പോലും വിലയുണ്ട്. രാമൻ കൈവെട്ടിയിട്ടുണ്ടോ? ഒരു മഹാരാജ്യത്തിന്റെ ചക്രവർത്തിയുടെ ഭാര്യയെക്കുറിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ച അലക്കുകാരന്റെ കഴുത്ത് വെട്ടിയിട്ടുണ്ട് രാമൻ? കൈവെട്ടിയിട്ടുണ്ടോ? അയാളെ ഒരു ദിവസം തടവറയിലിട്ടിട്ടുണ്ടോ? വിമർശിക്കുവാൻ അധികാരമുണ്ട്. രാജാവിനെ സംശയിക്കുവാൻ അധികാരമുണ്ട്. രാജാവിനെ ചോദ്യം ചെയ്യുവാൻ അധികാരമുണ്ട്. ഇത് രാമൻ നൽകിയിട്ടുണ്ട്. രാമനെ വിമർശിച്ച രാമന്റെ ഭാര്യയെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചവന്റെ ശിരസ് വെട്ടിയിട്ടില്ല. മറിച്ച് ശംഭുകനെ കൊല്ലുന്നത് എന്താണ്? ശംഭുകന്റെ തപസ് ഒരിക്കലും വേദപണ്ഡിതനല്ല. ശംഭുകൻ വേദം പഠിച്ചു എന്നൊരു ആരോപണം. എന്തൊരു അറിവില്ലായ്മയാണ് പറയുന്നത്. എന്താണ് വേദം എന്നതിനെ കുറിച്ചൊരു സാമാന്യ ബോധം ഉണ്ടാവണ്ടേ? വേദം എന്ന് പറയുന്നത് സ്വർഗത്തെ ഉപേക്ഷിക്കലാണ്. സ്വർഗത്തിൽ ഉടലോടുകൂടി പോകുവാനാണ് ഈ ശംഭുകൻ തപസ് ചെയ്യുന്നത്. വേദം ആണ് ഹിന്ദുവിന്റെ അടിസ്ഥാന പ്രമാണം. വേദം എന്നാൽ അറിവ്. വേദം എന്ന് പറയുന്നത് ആത്യന്തികമായി സുഖഭോഗങ്ങളെ ഉപേക്ഷിച്ച് ശരിയായ സത്യത്തെ തേടലാണ്. അതാണ് വേദാന്തി. നമ്മുടെ ഋഷിമാരാണ് വേദാന്തികൾ. വേദാന്തികൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ സന്യാസിമാർ കല്യാണം കഴിച്ചിട്ടുണ്ടോ? അവർ ലൈംഗിക സുഖത്തിന്റെ പിന്നാലെ നടക്കുന്നവരാണോ? അവരൊരുപാട് പണം സമ്പാദിച്ച് അതിന്റെ പിന്നാലെ നടക്കുന്നവരാണോ? അവർ പണം സമ്പാദിക്കുന്നുവെങ്കിൽ അത് ലോകഹിതാർത്ഥമാണ്, അവർക്ക് വേണ്ടിയിട്ടല്ല.
അപ്പൊ വേദം എന്ന് പറയുന്നത് സുഖഭോഗങ്ങളെ ഉപേക്ഷിക്കലാണ്. അങ്ങനെ വേദാന്തിയാണ്, വേദം പഠിച്ചു ശംഭുകൻ ഒരിടത്തും വേദം പഠിച്ചിട്ടില്ല. ശംഭുകന്റെ ആവശ്യം അന്നത്തെ വ്യവസ്ഥയ്ക്കെതിരായത് കൊണ്ടാണ് ശംഭുകൻ നിഗ്രഹിക്കപ്പെടുന്നത്. അതിന് രാജാവിന് അധികാരമുണ്ട്. സുപ്രീം കോടതിക്ക് ആളെ തൂക്കിക്കൊല്ലുവാൻ അധികാരമുള്ളതുപോലെ, രാഷ്ട്രപതിക്ക് ആ മരണത്തെ ഉറപ്പിക്കുവാൻ അധികാരമുള്ളതുപോലെ ഇതിനുള്ള അധികാരം ആർക്കുണ്ട്? രാജാവിനുണ്ട്. അപ്പൊ നിങ്ങൾ വ്യക്തമാക്കേണ്ട കാര്യം ഇത് മാത്രമാണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഹിന്ദുവിൽ ജാതീയ ഉച്ചനീചത്വങ്ങൾ ഉണ്ടോ? ഏതെങ്കിലും ഒരു മഹാക്ഷേത്രത്തിൽ പുലയനായി പറയനായി എന്നതുകൊണ്ട് പ്രവേശനം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ? അയോധ്യ, കാശി, മധുര, മായ, അവന്തിക, വൈശാലി, ദ്വാരക, പുരി, തക്ഷശില, ഗയ. ഇനി ദക്ഷിണ ഭാരതത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉടുപ്പി, മൂകാംബിക, അതുപോലെ തന്നെ മഹാക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി, ശ്രീരംഗം, അങ്ങനെ തുടങ്ങി ഓരോ ക്ഷേത്രങ്ങൾ നിങ്ങൾ എടുക്കൂ. കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങൾ, 1,00,000-അടുത്ത് ക്ഷേത്രങ്ങൾ, 35,000-ഓളം ക്ഷേത്രങ്ങളും കാവുകളും എല്ലാം അടക്കം 1,00,000-ഓളം സങ്കല്പങ്ങൾ. ഇതിലെവിടെയാണ് പുലയനായി പറയനായി എന്നതുകൊണ്ട് പ്രവേശനം നിശ്ചയിച്ചത്? അപ്പൊ പറയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളാണ് ഇതൊക്കെ നടത്തിയത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകൾക്കൊന്നും ഇതിന് യാതൊരു പങ്കുമില്ല. ഹിന്ദുവിൽ ക്ഷേത്രത്തിൽ കയറാൻ പറ്റാത്ത അവസ്ഥ കുറച്ച് വിഭാഗങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഹിന്ദു ആചാര്യന്മാരായിട്ട് അതങ്ങ് തീർത്തിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമി തിരുവടികളും മഹാത്മാ അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും ടി കെ മാധവനും പണ്ഡിറ്റ് കറുപ്പനും ഒന്നും കമ്മ്യൂണിസ്റ്റുകളല്ല. ഇവർക്കൊന്നും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. ഇവരെല്ലാം ഞങ്ങളുടെ ആചാര്യന്മാരും നവോത്ഥാന നായകന്മാരുമായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങളത് തീർത്തിട്ടുണ്ട്. ഇന്നും ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഞങ്ങളത് തീർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. എപ്പോഴും പരിവർത്തനത്തിൽ നിന്നു കൊടുക്കുന്ന ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ ഹിന്ദുക്കൾ. അതുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കളെ പഠിപ്പിക്കാൻ നിങ്ങൾ വരണ്ട. കാരണം ക്രിസ്ത്യാനി തമ്മിലടിച്ചിട്ട് 100 ചില്ലാൻ പള്ളി തുറക്കാതെ ഈ കേരളത്തിലൂടെ ഒന്ന് പോയിട്ട് ഇടപെട്. ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ഇടപെട്. ക്രിസ്ത്യാനികൾ തമ്മിലടിച്ചിട്ട്, ഗ്രൂപ്പുകൾ തമ്മിലടിച്ചിട്ട് 100 ചില്ലാൻ പള്ളികൾ ഈ കൊച്ചു കേരളത്തിൽ മാത്രം പൂട്ടിക്കിടക്കുന്നുണ്ട്. പക്ഷെ 33 കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന 4 വേദങ്ങളിലും 5 ഉപവേദങ്ങളിലും 6 വേദാംഗങ്ങളിലും 108 ഉപനിഷത്തുകളിലും 18 പുരാണങ്ങളിലും 2 ഇതിഹാസങ്ങളിലും 64 കലകളും എല്ലാമുള്ള ഹിന്ദു ഒരു ക്ഷേത്രത്തിന്റെ പേരിലും ഇന്ന് തമ്മിലടിക്കുന്നില്ല. ഒരു ക്ഷേത്രവും ഹിന്ദുക്കൾ തമ്മിലടിച്ച് പൂട്ടിക്കിടക്കുന്നില്ല. അനേകായിരം ഗുരു പരമ്പരയുണ്ട്. ഇവിടെ ഷിയാക്കളെ കൊന്നൊടുക്കുന്നു സുന്നികൾ. എന്താ കാരണം? അലിയിൽ വിശ്വസിക്കുന്നു എന്ന കാരണം കൊണ്ട്. ഒരു വർഷം 20,000 മുസ്ലിങ്ങളാണ് പാകിസ്ഥാനിൽ മരിച്ചു വീഴുന്നത്. ഷിയാക്കൾ സുന്നികളെയും അല്പം സുന്നികളെ ഷിയാക്കളും കൊല്ലുന്നു. ലോകമെമ്പാടും ഇസ്ലാമിൽ ഭീകരവാദമുണ്ട്. ഇപ്പൊ എന്തിനേറെ മക്കയും മദീനയും സംരക്ഷിക്കുവാൻ മിസൈൽ നടത്തിയിരിക്കുകയാണ്. ആരെയാ പേടിക്കുന്നത്? മക്കയും മദീനയും പേടിക്കുന്ന ആരെയാ പേടിക്കുന്നത്? ഇസ്ലാമിലെ ഗ്രൂപ്പിനെയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിലൊക്കെ ഒന്ന് ഇടപെടും. ചാനൽ ചർച്ചയിൽ TG മോഹൻദാസ് ചോദിച്ചിരുന്നല്ലോ ഇസ്ലാമിലെ ഒരു അനാചാരത്തെ പറയാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഹിന്ദുവിന്റെ അനാചാരങ്ങളെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. ശംഭുകനെ കൊന്നു, ബാലിയെ കൊന്നു എന്നൊക്കെ പറയുന്നു. അതിനൊക്കെ കൃത്യമായ കാരണങ്ങളുമുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതിൻ്റെയൊക്കെ കാരണങ്ങളെ പരിശോധിക്കണം. കാരണങ്ങളെ നിങ്ങൾക്ക് രാമായണത്തിൽ പരിശോധിക്കാം, സത്യസന്ധമായിട്ട് പരിശോധിക്കണമെന്ന് മാത്രം. മറിച്ച് രാമൻ എന്ത് കുഴപ്പമുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് ഇത് പരിശോധിക്കപ്പെടുന്നത് എന്നതാണ് ഇതിന്റെ ദുഃഖകരമായ വസ്തുത. പിന്നെ നമ്മുടെ സുൽപ്പ ഇളയടം പോലുള്ള ആളുകൾ 100 കൊല്ലം മുമ്പുള്ള ജാതീയതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്നത് 1923-ലല്ലോ, 2023-ലല്ലേ? ഈ 2023-ൽ ഹിന്ദുവിൽ എന്ത് നടക്കുന്നു? ഇസ്ലാമിലും ക്രിസ്ത്യാനിയിൽ എന്ത് നടക്കുന്നു? 2023-ൽ ഇസ്ലാമിലെ ബോംബ് സ്ഫോടനങ്ങൾ നിന്നിട്ടുണ്ടോ? തീവ്രവാദം നിന്നിട്ടുണ്ടോ? ക്രിസ്ത്യാനിയിലെ ഗ്രൂപ്പ് വഴക്കുകൾ നിന്നിട്ടുണ്ടോ? പെന്തക്കോസ്റ്റുകൾ ഹിന്ദു വീട്ടിൽ കയറുന്നത് നിന്നിട്ടുണ്ടോ? ഇവിടെ 2023 ഹിന്ദുവിന്റെ സ്ഥിതി എന്താ? പുലയനും പറയനും അമ്പലത്തിലെ ശാന്തിക്കാരനാകുവാൻ ഒരു 4 പതിറ്റാണ്ട് മുമ്പ് ഞങ്ങൾ ആലുവയിൽ തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് പ്രായശ്ചിത്തമാണത്. ഒരു കാലത്ത് ഈ പറയുന്ന ക്ഷേത്രങ്ങൾക്കരികിലൂടെ നടന്നു പോകാൻ പറ്റാതിരുന്ന വിഭാഗത്തെ ആ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാക്കുവാൻ വേണ്ടി ഇതേ നമ്പൂതിരി സമൂഹം തന്നെ മുൻകൈയെടുത്തിട്ടാണ് ഇപ്പോഴും അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അതാണ് അതിൻ്റെ അത്ഭുതം. നിങ്ങൾ ഇത് പറയുന്ന പാരമ്പര്യ ബ്രാഹ്മണന്മാരുണ്ടല്ലോ, അവര് മുൻകൈയെടുത്തിട്ടാണ് ആലുവയിലെ തന്ത്രവിദ്യാപീഠം നടക്കുന്നത്. അവിടെ നിങ്ങൾ ഏത് വിഭാഗത്തിലുള്ള ഹിന്ദുവിനെ കൊണ്ടുവരൂ, ആദിവാസിയാവോ, പുലയനോ, പറയനോ, നായരോ, ആരോ ആവട്ടെ, ഈഴവനോ, ആരെങ്കിലും ആവട്ടെ, കൊണ്ടുവന്നാൽ ഉപനയന കർമ്മം നടത്തി
അവർക്ക് 6 മാസം മുതൽ ഓരോ വർഷങ്ങൾ നീണ്ടുന്ന കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകൾക്കൊടുവിൽ അവർക്ക് ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ ക്ഷേത്രത്തിൽ, കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലും ശാന്തിക്കാരനാവാം. അങ്ങനെയുള്ള അനേകം ശാന്തിക്കാരെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരാം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവിടെയാണ് കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുക. ഹിന്ദുവിൽ ഇന്ന് പ്രശ്നങ്ങളില്ല, വിശ്വാസപരമായ പ്രശ്നങ്ങളോ ഹിന്ദുവിലെ ജാതീയ വംശപരമായ സംഘർഷങ്ങളോ ഹിന്ദുക്കൾ തമ്മിലടിച്ചിട്ട് ക്ഷേത്രങ്ങൾ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയോ അടിസ്ഥാന പ്രമാണത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഹിന്ദുവിലില്ല. കേരളത്തിലെ ഹിന്ദുക്കളിൽ കമ്മ്യൂണിസത്തിന്റെ അതിപ്രസരമുണ്ടായിട്ട് രാമനും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന് SFIയിലൂടെ പഠിപ്പിക്കുകയും അവന് യുവാവായി മാറിയപ്പോൾ ഹിന്ദു എന്ന് പറയുന്നത് ഒന്നിനും കൊള്ളാത്താണ് എന്ന് DYFI പഠിപ്പിക്കുകയും പിന്നീട് ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊക്കെ ആയി മാറുമ്പോൾ നിന്റെ പൂർവികന്മാരെ ഇന്ന ആളുകൾ ഇത്ര പീഡിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ് അവന്റെ ഉള്ളിൽ പഴയ ജാതീയതയുടെ ആ ഉച്ചനീചത്വങ്ങളെ കുത്തി നിറക്കുകയും ചെയ്യുന്നത് മാറ്റി നിർത്തിയാൽ കേരളത്തിലെ ഹിന്ദുക്കൾക്കും ഒരു പ്രശ്നങ്ങളുമില്ല. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുവാൻ രാമക്ഷേത്രം വരുന്നുണ്ട്. ഞങ്ങളുടെ വിശ്വാസത്തെ മുഴുവൻ ഏകീകരിക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രം. ഇതുപോലെ ശബരിമല 5 കോടി ഹിന്ദുക്കൾ ഒന്നിച്ചു വരും. നിങ്ങൾ ഇങ്ങനെ ഒരു കേന്ദ്രം ലോകത്ത് കാണിക്കാൻ പറ്റുമോ മറ്റേതെങ്കിലും മതത്തിന്? 100 ഗ്രൂപ്പുകൾ 100 അഭിപ്രായ വ്യത്യാസങ്ങളുമാണ്. മക്ക ശരിയാണെന്ന് പറയുന്ന മുസ്ലിങ്ങളുണ്ട്, മക്ക ശരിയല്ല എന്ന് പറയുന്നവരുണ്ട്. അവിടെ ആരാധന നടത്തുമ്പോൾ അവിടത്തേക്ക് മിസൈൽ അയക്കുന്ന മുസ്ലിങ്ങളുണ്ട്. ഇവരെല്ലാവരും അടിസ്ഥാന പ്രമാണമായിട്ട് കരുതുന്നത് ഖുറാനെ തന്നെയാണ്. എന്നാൽ ശബരിമലയിൽ പോകുമ്പോൾ പുലയൻ പറയൻ നായർ നമ്പൂരി എന്ന വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്സുകാരൻ BJPക്കാരൻ എന്ന വ്യത്യാസമുണ്ടോ? അങ്ങനെ വ്യത്യാസമില്ല. അപ്പൊ എല്ലാ ഹിന്ദുക്കളെയും ഏകീകരിക്കുന്നു ക്ഷേത്രങ്ങൾ. അതുകൊണ്ടാണ് ക്ഷേത്ര വിശ്വാസങ്ങൾക്കെതിരെ പലരും പ്രവർത്തിക്കുന്നത്. രാമൻ ഭാരതത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് രാമനെ ഇകത്തി കാണുവാൻ ശംഭുകരെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെയെല്ലാം ഹിന്ദുക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹിന്ദുക്കൾ എന്നും പരിവർത്തനത്തിന് വിധേയമാണ്. ഇപ്പൊ 100 വർഷം മുമ്പ് അമേരിക്കയിൽ അടിമക്കച്ചവടം ഉണ്ടായിരുന്നു, അറേബ്യയിൽ അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. ഈ 5 വർഷം മുമ്പ് വരെ സിറിയയിൽ അടിമക്കച്ചവടം ഉണ്ടായിരുന്നു. ഈ ISIS ഭീകരന്മാര് സിറിയയിലെ യസീദി പെൺകുട്ടികളെ വിറ്റ ഒരു ചരിത്രമൊക്കെ നിങ്ങൾക്ക് ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കളെ നവോത്ഥാനത്തിന് വിധേയമാക്കേണ്ട. അതിന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കോൺഗ്രസ്സുകാരൻ്റെ ഒന്നും യാതൊരു ഉപദേശത്തിന്റെ ആവശ്യമില്ല. മുസ്ലിം പ്രമാണിമാരുടെയും ഉപദേശത്തിന്റെ ആവശ്യമില്ല. കാരണം എന്താ? ഹിന്ദുക്കൾ ഞങ്ങളുടെ ആചാര്യന്മാരുണ്ട്. ഞങ്ങൾക്ക് ചിദാനന്ദപുരി സ്വാമികൾ അടങ്ങുന്ന ഒരു സന്യാസ പരമ്പരയുണ്ട് ഇന്നിവിടെ. അവർക്കൊരു സമിതിയുണ്ട്, മാർഗദർശക മണ്ഡലമുണ്ട്. അപ്പൊ ഹിന്ദുക്കളെ നവീകരിക്കുവാൻ എന്തൊക്കെയാണോ കാര്യങ്ങൾ കാലാനുസൃതമായിട്ട് വേണ്ടത് അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾ കണ്ടൊരു കാഴ്ചയുണ്ട്. ഉമിയംകുന്നുമ്മൽ എന്ന് പറയുന്ന വേളം പഞ്ചായത്തിലെ ഒരു ക്ഷേത്രത്തിൽ അനേകം കോഴികളെ ഇങ്ങനെ കൊല്ലുമായിരുന്നു. കോഴിയുടെ കഴുത്ത് വെട്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ആചാരം കുട്ടിച്ചാത്തൻ്റെ ക്ഷേത്ര. പക്ഷെ കാലങ്ങളേറെ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഹിന്ദുക്കളെ തീരുമാനിച്ചു ഇതൊരു ശരിയായ രീതിയല്ല. ഇപ്പൊ അവിടെ മഞ്ഞളും ചുണ്ണാമ്പുമാണ് ഉപയോഗിക്കുന്നത്. ദൈവം സൃഷ്ടിച്ച കോഴിയെ ദൈവത്തിന് വേണ്ടി കഴുത്തറത്ത് കൊടുക്കുക. നിങ്ങൾ കോഴി ഇറച്ചി കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റു മാംസം കഴിക്കുന്നുണ്ടോ അത് രണ്ടാമത്തെ വിഷയം. പക്ഷെ ദൈവത്തിന്റെ പേര് പറഞ്ഞ് കഴുത്തറത്തിട്ട് ദൈവത്തിന് കൊടുത്താൽ ദൈവം സന്തോഷിക്കുമെന്ന് പറയുന്നത് എന്തൊരു വെഡ്ഢിത്താണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ മൃഗബലി നിരോധിക്കണം. ഇത് പറയാൻ കമ്മ്യൂണിസ്റ്റുകാരാ നിനക്ക് ധൈര്യം ഉണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കൂ. നിന്നെ ഇപ്പൊ ഹിന്ദുക്കളായ ഞങ്ങളോട് പറയൂ മൃഗബലി നിരോധിക്കണം. അപ്പൊ മൃഗബലി ആചാരത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദുക്കളിൽ പല സ്ഥലത്തും ഇപ്പോഴും ഉണ്ട്. പക്ഷെ മൃഗബലിയോ പക്ഷിബലിയോ ആത്യന്തികമായി വേദത്തിന് വിരുദ്ധമാണ്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. ഈശ്വരൻ വസിക്കുന്ന എവിടെ? പഴുതാരയിലും പാമ്പിലും കീരിയിലും ചെറിപ്പുഴുവിലും കുയ്യാനയിലും. തത്വമസി അത് നിന്നിലും. അഹം ബ്രഹ്മാസ്മി അത് ഞാനുമാണ്. അണോരണീയാൻ ഏറ്റവും ചെറുതിൽ ചെറുതായിട്ട് ഞാനാണ്. മഹതോ മഹിയാൻ ഏറ്റവും വലുതിൽ വലുതായിട്ട് ഞാനാണ്. ആത്മാവിന്റെ രൂപത്തിൽ എല്ലാ ജീവജാലങ്ങളിലും വസിക്കുന്നവൻ ഞാൻ തന്നെ. അഹം ബ്രഹ്മാസ്മി ഏകമേവം അദ്വിതീയം ബ്രഹ്മ. ഞാൻ രണ്ടില്ലാത്ത ഒന്നാകുന്നു, കാരണം ഞാൻ ഈശ്വരനാകുന്നു. സർവചരാചരങ്ങളും ഞാനാണ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഞാൻ തന്നെ എന്ന് പറയുന്ന ഈശ്വരൻ കോഴിയിലുണ്ടാവില്ലേ? എന്ന് പറയുന്ന ഈശ്വരൻ ആടിലുണ്ടാവില്ലേ? ആ ഈശ്വരനായ ആടിന്റെ കഴുത്തറത്ത് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പേരിൽ മൃഗബലി അത് തെറ്റാണ് എന്ന് വേദങ്ങൾ പറയുന്നു. പക്ഷേ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അത് ഹിന്ദുവിലും നടക്കുന്നുണ്ട്. ഒറ്റയടിക്ക് ഇതൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല. പതുക്കെ പതുക്കെ നവോത്ഥാനത്തിന് വിധേയമാകുന്നു. എന്നാൽ എപ്പോഴെങ്കിലും നമ്മുടെ നാട്ടിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞിട്ടുണ്ടോ ഇതെല്ലാം വേദവിരുദ്ധമാണ് എന്ന്? അല്ലെങ്കിൽ ഇത് ശരിയല്ല, മൃഗബലി നിരോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി
MM അക്ബർ, ഇങ്ങനെ കുറെ പണ്ഡിതന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹിന്ദുവിന്റെ വേദങ്ങൾ പരതുക, എന്നിട്ട് വേദങ്ങളിൽ എവിടെയെങ്കിലും ഈശ്വരൻ ഏകനാണോ എന്ന് പറയുന്നുള്ള മന്ത്രം എടുക്കുക, എന്നിട്ട് പറയുന്നു നിങ്ങളുടെ വേദങ്ങളിൽ പറയുന്നു ഈശ്വരൻ ഏകനാണ്, ഞങ്ങളുടെ ഖുറാനിലും പറയുന്നു ഈശ്വരൻ ഏകനാണ്. നിങ്ങളുടെ ഖുറാനിൽ പറയുന്ന ദൈവവും ഞങ്ങളുടെ വേദത്തിൽ പറയുന്ന ഈശ്വരനും തമ്മിൽ കടലും കടലാടിയും പോലെ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങളുടെ പറയുന്ന ദ്വൈതവാദത്തിലെ സൃഷ്ടാവ് എന്ന് പറയുന്ന ശക്തിയും അദ്വൈതത്തിലെ സൃഷ്ടാവും തമ്മിൽ അജഗജാന്തരമാണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ സാമാന്യ ബോധമില്ല. അപ്പൊ ഇവരെല്ലാവരും വിമർശിക്കുമ്പോൾ പറയാറുണ്ട് വിഗ്രഹാരാധന തെറ്റാണ്, ദൈവത്തിന് എന്തിനാണ് രൂപം, ദൈവത്തിന് രൂപമുണ്ടോ, രൂപമില്ലാത്തവനാണ് ദൈവം, രൂപത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്നവന് നരകം. അങ്ങനെയെങ്കിൽ മുജാഹിദ് ബാലുശ്ശേരിയോട് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ദൈവത്തെ രൂപത്തിന്റെ ഭാവത്തിൽ ആരാധിക്കുവാൻ ശബരിമലയ്ക്ക് 41 ദിവസം വ്രതവുമായിട്ട് എടുത്തു പോകുന്നവൻ എരുമേലി പള്ളിയിൽ പണം ഇടുന്നുണ്ട്, കുരുമുളക് ഇടുന്നുണ്ട്, നാളികേരം ഇടുന്നുണ്ട്, വിവരക്കേട് കൊണ്ട്. ഹിന്ദുവായ ഞങ്ങൾ വിവരക്കേട് കൊണ്ട് എരുമേലിയിലെ പള്ളിയിൽ നാളികേരം ഇടുന്നുണ്ട്, പണം ഇടുന്നുണ്ട്, കുരുമുളക് ഇടുന്നുണ്ട്. ഇത് ഇസ്ലാമിക വിരുദ്ധമാണോ? മുജാഹിദ് ബാലുശ്ശേരി, താങ്കൾ ഏതെങ്കിലും വേദിയിൽ വെച്ച് പറയുമോ ഈ വിഗ്രഹാരാധകന്റെ പണം നമുക്ക് ഹറാമാണ്, അത് ഹലാല? വിഗ്രഹാരാധകന്റെ പണം ഇവർക്ക് ഹലാല, ഒരു കുഴപ്പമില്ല. അതായത് നാം വിഗ്രഹാരാധനയ്ക്ക് പോകുന്ന സ്വാമിയെ അയ്യപ്പോ എന്ന ആ ആപ്തവാക്യത്തെ ഉച്ചരിച്ചുകൊണ്ട് ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പ ഭക്തൻ അവന്റെ അറിവില്ലായ്മ കൊണ്ട് അവൻ എരുമേലി പള്ളിയിൽ വാപുരൻ എന്ന് പറയുന്ന ശിവഭൂതത്തെ ആരാധിക്കേണ്ടതിനു പകരം ആ പള്ളിയിൽ കൊണ്ടുപോയിട്ട് പണം കൊടുക്കുമ്പോൾ അത് വാങ്ങുന്നത് ഹറാമാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരു മറുപടിയില്ല, പ്ലേറ്റ് മാറ്റി കളയുക. ഇന്ന് തൻ്റെ ഇടത്തോടെ നട്ടലോടുകൂടി പറയണ്ടേ വിഗ്രഹാരാധന തെറ്റാണ് എങ്കിൽ വിഗ്രഹാരാധകന്റെ പണം മേടിക്കുന്നത് തെറ്റാണ്. അയാളുടെ മറ്റൊരു പ്രസിദ്ധമായതുണ്ടായിരുന്നു, ക്ഷേത്ര കമ്മിറ്റിക്കാരൻ നിങ്ങളുടെ കടയിൽ, മുസ്ലിമിന്റെ കടയിൽ ക്ഷേത്ര കമ്മിറ്റിക്കാരൻ വന്നാൽ എന്ത് ചെയ്യണം? അപ്പൊ പറഞ്ഞു ഈ ക്ഷേത്ര കമ്മിറ്റിക്കാരിൽ ഒരുത്തരെ രഹസ്യമായിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു 50 രൂപ അവന്റെ പോക്കറ്റിലിട്ട് കൊടുത്തിട്ട് പറയാം, ഞങ്ങൾ ഈ അമ്പലങ്ങൾക്കൊന്നും പൈസ കൊടുക്കില്ല, അമ്പലങ്ങളെല്ലാം മൂർത്തികളെ ആരാധിക്കുന്നതാണ്, ഈ ഞങ്ങളുടെ 50 രൂപയ്ക്ക് വേണ്ടി തരംതാണവരാണോ ഞങ്ങൾ ഹിന്ദുക്കള്? ഈ രീതിയിലാണ് ഇവർ കാണുന്നത്. പക്ഷേ ഈ പണം ഞങ്ങൾ അങ്ങോട്ട് ഭണ്ഡാരത്ത് കൊണ്ടുപോയിട്ടാൽ, എരുമേലി പള്ളിയിൽ കൊടുത്താൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇന്നേ വരെ മുജാഹിദ് ബാലുശ്ശേരി അഭിപ്രായം പറഞ്ഞിട്ടില്ല, MM അക്ബർ അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിഗ്രഹാരാധകന്റെ ഹറാമായ പണമാണെങ്കിൽ അത് കുഴപ്പമില്ല, അതങ്ങോട്ട് സ്വീകരിച്ചോ. കാരണം ഈ പണം കൊണ്ട് അവിടെ പള്ളി കെട്ടാം, പണം കൊണ്ട് എന്ത് ജോലിയും നടക്കുന്ന, പണം ചെയ്യുന്ന ജോലിയൊക്കെ പണം, ഹിന്ദുവിന്റെ പണം ക്രിസ്ത്യാനിയുടെ പണം എന്നൊന്നുമില്ലല്ലോ, എല്ലാവരുടെയും പണം പണമാണല്ലോ. അപ്പൊ ഇവിടെയാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. വ്യക്തതയില്ല ഒന്നിലും. വിഗ്രഹാരാധന പാപമാണ് എങ്കിൽ ആ വിഗ്രഹാരാധകന്റെ പണവും ആ വിഗ്രഹാരാധനയുടെ പേരിൽ സ്വീകരിക്കുന്നത് പാപമാണെന്ന് പറയുവാനുള്ള നട്ടെല്ല് കാണിക്കലാണ് തൻ്റെ ആശയത്തോടുള്ള കരുത്ത് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഹിന്ദു വ്യത്യസ്തനാകുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയും. കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച കണ്ടു, ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ക്ഷേത്രത്തിൽ തുലാഭാരം നടത്തുന്നത്. അപ്പൊ ഒരു ചോദ്യം, ക്രിസ്ത്യാനിയായ നിങ്ങൾ ഇത് ചെയ്യാൻ പാടുണ്ടോ? പാടുണ്ട്. കാരണം നിങ്ങൾ ക്രിസ്ത്യാനിയാകുന്നതിന്റെ, മുസ്ലിം ആകുന്നതിന് മുമ്പ് നിങ്ങൾ ഹിന്ദു ആയിരുന്നു, നിങ്ങളുടെ പൂർവികന്മാർ ഹിന്ദുക്കളായിരുന്നു. ഈ തിരിച്ചറിവ് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആ നല്ല നേതാവിനുണ്ട്. അതുകൊണ്ടാണ് ഈ ഭൂരിപക്ഷം കിട്ടിയത്. ഈ മഹാഭൂരിപക്ഷം ആ മനുഷ്യന് കിട്ടിയത് ആ നല്ല മനുഷ്യന്റെ മകനായത് കൊണ്ടാണ്. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നല്ല മനുഷ്യൻ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ആ പാവം മനുഷ്യൻ, ആ നല്ല മനുഷ്യന്റെ ഒരു നല്ല മോനാണ് ആര്? ചാണ്ടി ഉമ്മൻ. അദ്ദേഹത്തിന് ക്രിസ്ത്യാനി പള്ളി പോകുന്ന ആൾ തന്നെയാണ്. പക്ഷെ തൻ്റെ പൂർവികൻ ക്രിസ്ത്യാനി അല്ല എന്നും സെന്റ് തോമസും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ ഈ ഹിന്ദു രാജാക്കന്മാർ സ്വീകരിച്ച് ഞങ്ങളുടെ പൂർവികന്മാർ 10-30 തലമുറ മുമ്പ് മതപരിവർത്തനത്തിന് വിധേയമായെങ്കിലും എൻ്റെ സംസ്കാരം ഭാരതീയമാണ്, എൻ്റെ മതം ക്രിസ്ത്യാനിയാണ്, എൻ്റെ സംസ്കാരം ഭാരതീയമാണ്, എൻ്റെ മതം ഇസ്ലാമാണെന്ന് തിരിച്ചറിഞ്ഞു APJ അബ്ദുൽ കലാം. നിങ്ങൾ എന്താ APJ അബ്ദുൽ കലാമിനെ വിളിച്ചത്? കലാം അയ്യർ ഇല്ലേ? പോപ്പുലർ ഫ്രണ്ടുകാരൻ വിളിച്ചതാ കലാം അയ്യർ. കാരണം ഒരു സന്യാസിയെ കണ്ടപ്പോൾ അദ്ദേഹം പാദങ്ങളിൽ നിന്ന് നമസ്കരിച്ചു. ഒരു സന്യാസിയുടെ പാദങ്ങളിൽ നിന്ന് നമസ്കരിച്ചു APJ അബ്ദുൽ കലാം. അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടുകാരൻ തേജസ്സിൽ എഴുതിയ ആ തേജസ് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കലാം അയ്യർ, അയ്യരാക്കിയ മുസ്ലിമിന്. എന്തിന്? അയാൾ സന്യാസിയെ ഒന്ന് ബഹുമാനിച്ചു എന്ന കാരണം കൊണ്ട്. ചേർക്കള അബ്ദുള്ളയുടെ നെറ്റിയിൽ ഒരു പൊട്ടു തൊട്ട് കൊടുത്തു 3-ാം ക്ലാസ്സുകാരി, ഓർമ്മയുണ്ടല്ലോ. ശൃംഗേരി മഠാധിപതിയെ സ്വീകരിക്കുവാൻ വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിക്കൊപ്പം ചേർക്കളം അബ്ദുള്ള എന്ന മന്ത്രി ചെന്ന സമയത്ത് 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഇത് മുസ്ലിമാണോ ഹിന്ദു ആണോ എന്നൊന്നും മനസ്സിലായില്ല.
ആ ചെർക്കള അബ്ദുള്ളയുടെ നെറ്റിയിലും അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി AK ആന്റണിയുടെ നെറ്റിയിലും ഒരു തിലകക്കുറി ചാർത്തി, ചുവന്ന തിലകക്കുറി. രണ്ടുപേരും ശൃംഗേരി മഠാധിപതിയുടെ താഴെ ഇരുന്നു. അങ്ങനെയൊക്കെയാണ് ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആചാരത്തിന്റെ ഭാഗമായിട്ട് താഴെ ഇരുന്നപ്പോൾ പിറ്റേ ദിവസം പാണക്കാട് നിന്ന് ഫത്ത വന്നു, ഒരു പള്ളിയിൽ ഇവരെ കയറ്റരുത്. രായ്ക്ക് രാമാനം പാണക്കാട് ചെന്ന് അവിടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ആ പ്രശ്നം തീർന്നത്. അവിടെയാണ് ചാണ്ടിയുമ്മനും ചെർക്കളം അബ്ദുള്ളയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ചാണ്ടിയുമ്മൻ ആരെയും ഭയമില്ല. ചാണ്ടിയുമ്മനെ പോലെ ആ ഉമ്മൻചാണ്ടിയുടെ മോന് ആരെയും ഭയമില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളാണ് നമുക്ക് ആവശ്യം. ഇങ്ങനെയുള്ള മുസ്ലിമിനെ ആണ് നമുക്ക്. ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന മുസ്ലിം എത്രയോ വർഷങ്ങൾ നിലമ്പൂരിൻ്റെ MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഒരു പത്രസമ്മേളനത്തിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, നിന്റെ ബാപ്പാരായിരുന്നു ഒരു ഹിന്ദു. ഈ തിരിച്ചറിവാണ് നിങ്ങൾക്ക് ആവശ്യം. നിങ്ങളുടെ മതം, നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ മതത്തെയും സംസ്കാരത്തെയും രണ്ടായി കാണണം. അതായത് മതം എന്ന് പറയുന്നത് നിങ്ങൾ പിന്നീട് സ്വീകരിച്ചതാണ്. സംസ്കാരം എന്ന് പറയുന്നത് ഈ മണ്ണിൽ എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്. അതെൻ്റെ മണ്ണിൻ്റെ സംസ്കാരമാണ് എന്ന ബോധത്തോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾ ഉയരുന്നത്. അതുകൊണ്ട് ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വേദത്തെക്കുറിച്ച് പോലും ഹിന്ദുക്കൾ പറയുന്നത് അനന്ത വികാസ സാധ്യതയുള്ള ബുദ്ധിയോടൊത്ത മനുഷ്യന്റെ ജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് ഗ്രന്ഥങ്ങൾ. ജ്ഞാനം പ്രകാശിച്ചു കഴിഞ്ഞാൽ ഗ്രന്ഥങ്ങൾ പോലും അപ്രസക്തങ്ങളാണ് എന്നാണ്. അതുകൊണ്ട് പുസ്തകത്തെ കെട്ടിപ്പിടിച്ച് അതിനെ ചോദ്യം ചെയ്തവന്റെ കൈവെട്ടുക, കാലുവെട്ടുക ഇതൊന്നും ഞങ്ങളുടേതല്ല. മുഹമ്മദ് നബി അവഹേളിച്ചാൽ പല ഇസ്ലാമിക രാജ്യങ്ങളും തലവെട്ടിക്കളയും. അവഹേളിച്ചല്ല, വിമർശിച്ചാൽ. അവഹേളിക്കാൻ പാടില്ല, ആരെയും അവഹേളിക്കാൻ പാടില്ല. മുഹമ്മദ് നബിയെ ആദരിക്കണം, യേശു ക്രിസ്തുവിനെ ആദരിക്കണം, ഇതുപോലെ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ആദരിക്കണം. അതിന് നിങ്ങൾക്ക് കഴിയണം. ഞങ്ങൾ ഒരിക്കൽ പോലും മുഹമ്മദ് നബിയുടെ ചിത്രം വരച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് ചിത്രകാരന്മാർ ഈ ഭാരതത്തിൽ ഹിന്ദുക്കൾ ഉണ്ടായിട്ട് ഞങ്ങൾ എപ്പോഴെങ്കിലും മുഹമ്മദ് നബിയുടെ ചിത്രം വരച്ചിട്ടുണ്ടോ? വരയ്ക്കാൻ ഞങ്ങൾ പേടിച്ചിട്ടൊന്നുമല്ല. പക്ഷെ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി വരേണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചൊരു പ്രത്യയശാസ്ത്രമുണ്ട്. നീ നിന്റെ സുഖത്തിന് വേണ്ടി ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അത് കോടിക്കണക്കിന് മുസ്ലിം സഹോദരങ്ങളെ വേദനിപ്പിക്കുന്നുവെങ്കിൽ നീ ആ ചിത്രം വരയ്ക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചവരാണ് ഞങ്ങളുടെ പൂർവികന്മാർ. അതുകൊണ്ടാണ് ഞങ്ങളത് ചെയ്യാത്തത്. മതം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഹിന്ദുക്കൾ എപ്പോഴെങ്കിലും ആയുധം കയ്യിലെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു രാജ്യത്തെ ഹിന്ദുക്കൾ ആക്രമിച്ചിട്ടുണ്ടോ? എൻ്റെ മതം മാത്രം ശരിയെന്ന് പട്ടിണി കിടക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ചെന്ന് ഇന്നത്തെ തരംതാണ പെന്തക്കോസ്റ്റുകൾ പറയുന്ന പോലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പട്ടിണി കിടക്കുന്നവൻ അരികടല ഗോതമ്പ് പഞ്ചസാര കൊടുത്ത് അവന്റെ കയ്യിൽ ഓങ്കാരത്തിന്റെ മാല കൊടുത്ത് അവന്റെ കയ്യിൽ രാമായണം കൊടുത്ത് നീ മതം മാറി ഹിന്ദു ആകൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? മറ്റുള്ളവന്റെ ആവശ്യതയെ കഷ്ടപ്പാടിനെ ഞങ്ങൾ ചൂഷണം ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാം ഹിന്ദുവിന്റെ മേ പാഞ്ഞു കയറുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഹിന്ദുവിനെ അവഹേളിക്കുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഹിന്ദുവിനെ RSS ഇല്ലെങ്കിൽ കാണാം ഹിന്ദുവിന്റെ സ്ഥിതി. സംരക്ഷിക്കുവാൻ ആളില്ലാത്ത ഒരു ധർമ്മവും ഈ ഭൂമിയിൽ അവശേഷിച്ചിട്ടില്ല. ഗ്രീക്കും റോമും ഈജിപ്തും മെസപ്പൊട്ടോമിയും ബാബിലോണിയും സംസ്കാരങ്ങളെല്ലാം നിങ്ങൾ എങ്ങനെയാണ് ഇല്ലാതാക്കിയത്? അവിടെ RSS പോലൊരു സംഘടന അന്ന് ഇല്ലായിരുന്നു. പ്രതികരണ ശേഷിയുള്ള സമൂഹം ഇല്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അതിന് ഇല്ലാതാക്കി. നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികളുടെ ലക്ഷ്യം ഇസ്ലാമിക രാജ്യമാണ്. അവിടെ ലക്ഷ്യമല്ല RSS, ആ ലക്ഷ്യത്തിലെ തടസ്സമാണ് RSS. നിങ്ങളുടെ ലക്ഷ്യം ഇസ്ലാമിക രാജ്യമാണ്. നിങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, AK ആന്റണി പറഞ്ഞിട്ടുണ്ട്. VS അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനല്ലേ, RSS-കാരനാ? 20 കൊല്ലം കൊണ്ട് കേരളത്തെ ഇസ്ലാമിക രാജ്യമാക്കുവാൻ ചില ആളുകൾ പരിശ്രമിക്കുന്നു എന്ന് കൃത്യമായിട്ടൊരു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെയെല്ലാം തടസ്സമാണ് RSS. അതുകൊണ്ട് RSS-നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഹിന്ദുക്കളെ മൊത്തം അങ്ങ് അവഹേളിച്ചു തരാം. ഇപ്പൊ മിത്ത് എന്ന് പറഞ്ഞു ഗണപതി, ആര്? നമ്മുടെ സ്പീക്കർ. കെട്ടുകഥയാണ് ഹിന്ദുവിന്റെ സങ്കല്പങ്ങൾ. ഇപ്പൊ ഞങ്ങൾ ചോദിച്ചു ഇസ്ലാമിന്റെ സങ്കല്പങ്ങളോ ക്രിസ്ത്യാനിയുടെ സങ്കല്പങ്ങളോ? വായി തുറക്കണില്ല ഈ അദ്ദേഹം. നമ്മുടെ സ്പീക്കർ, എന്റെയും നിങ്ങളുടെയും ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ചെലവിൽ ജീവിക്കുന്ന സ്പീക്കർ ഹിന്ദുക്കളുടെ സങ്കല്പം മാത്രം മിത്താണെന്ന് പറഞ്ഞു. അപ്പോൾ മുസ്ലിങ്ങളുടെ ക്രിസ്ത്യാനിയുടെ സങ്കല്പം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കമ എന്നൊരു അക്ഷരം പറയുന്നില്ല. അപ്പൊ ഹിന്ദുക്കൾ മിത്താണ് എന്ന് പറയുമ്പോൾ ഗണപതി മിത്ത് RSS ആണോ? ഗണപതി എന്ന് പറയുന്നത് ശബരിമല തകർക്കുവാൻ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം പരിശ്രമിച്ചു. RSS-ന്റേതാണോ ശബരിമല? അല്ലല്ലോ. സരസ്വതി ദേവിയെ ഉടുതുണിയില്ലാതെ വരച്ചു SFI-കാരൻ. സരസ്വതി ദേവി RSS-ന്റേതാണോ? ഭഗവത്ഗീത പഠിക്കുന്നത് അരോചകമാകുമെന്ന് പറയുന്നു, ഭീകരവാദിയാവും ശ്രീകൃഷ്ണ ജയന്തിക്ക് പോകുന്ന കുട്ടികൾ. നമ്മുടെ ഒരു കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ രാമായണം ഇരുണ്ട യുഗത്തിലേക്ക് കൊണ്ടുവരും. MP രാജേഷ് പറഞ്ഞ, നമ്മുടെ മന്ത്രിയല്ലേ ഇപ്പോൾ. രാമായണം വായിച്ചാൽ ഇരുണ്ട യുഗം. രാമായണം RSS-ന്റേതാ? ഭഗവത്ഗീത RSS-ന്റേതാ? സരസ്വതി ദേവി RSS ആണോ? അപ്പൊ നിങ്ങൾ ഹിന്ദുവിന്റെ മൊത്തം സങ്കല്പങ്ങളെ മിത്തുകൾ എന്ന് വിളിക്കുക, ഹിന്ദുവിന്റെ വിശ്വാസങ്ങളെ, ഹിന്ദുവിന്റെ കാര്യങ്ങളെല്ലാം കെട്ടുകഥകൾ എന്ന് പറയാം. എന്നിട്ട് ഇതൊക്കെ സംഘപരിവാറിൻ്റെതാണ് എന്നും പറഞ്ഞേക്കുക. ഇതൊന്നും ഇനി ചെലവാവില്ല. കാരണം ഹിന്ദുക്കൾക്ക് ഈ തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ
ഒരു മഹാത്മാവിനെ പ്രധാനമന്ത്രിയാക്കിയത്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ത്യയെ ഭാരതമാക്കി അദ്ദേഹം മാറ്റി. ഇന്ത്യ എന്ന പേര് പോലും അപമാനത്തിന്റെ പേരാണ്. മാറ്റിയിരിക്കും ഞങ്ങളത്, ഒരു സംശയവുമില്ല. ഇന്ത്യ എന്നാൽ ഭാരതം വേണ്ട, ഭാരതം എന്നാൽ ഭാരതം മതി നമുക്ക്. കാരണം ഭരണഘടന ഇരുമ്പോലൊക്കെയല്ല മാറ്റാൻ കഴിയും. നിങ്ങൾക്ക് എന്താ ഭാരതം എന്ന പേര് കേൾക്കുമ്പോൾ ഈ ചോദിച്ചല്? ബാസിൽ രമിക്കുന്ന ഭാരതം, പ്രകാശത്തിൽ രമിക്കുന്നവന്റെ നാടാണ് ഭാരതം. എന്താ ഭാരതത്തിന്റെ കുഴപ്പം? പൂർവിക ഋഷി പരമ്പര നമുക്ക് നൽകിയ പേര്, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പേര്. 500 വർഷത്തിൽ താഴെ പഴക്കമുള്ള ഇന്ത്യ എന്ന അപമാനത്തിന്റെ എന്തിന് പേര് നടക്കണം? എന്റെ പൂർവികന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ആ ശക്തികൾ എനിക്ക് നൽകിയ പേരാണോ എനിക്ക് എന്റെ അഭിമാനം? ഞാൻ എൻ്റെ സത്വബോധത്തെ തിരിച്ചറിഞ്ഞ് ഞാൻ എൻ്റെ നാടിന്റെ യഥാർത്ഥ പേര് തിരിച്ചെടുക്കുന്നതാണോ? എൻ്റെ നദികളുടെ സാഗരത്തിന്റെ പേര് മാറ്റണം. അറബികൾ വന്നതുകൊണ്ട് അറബിക്കടൽ. എങ്ങനെയാണ് ഭാരതത്തിൽ അറബിക്കടൽ ഉണ്ടാവുക? സിന്ധു സാഗരം എന്നാണ് അതിനെ വിളിക്കുന്നത്. ബംഗാൾ ഉൾക്കടലല്ല, ഗംഗാസാഗരമാണത്. ഗംഗാസാഗരവും സിന്ധു സാഗരവും ഒന്നിച്ചു ചേരുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പേര് സിന്ധു മഹാസാഗരം. അതുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ വിഷ്ണു പുരാണത്തിൽ നിർവചനം എന്താ? ഹിമാലയം സമാരഭ്യ യാവതിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. വടക്ക് ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച് സിന്ധു മഹാസാഗരം വരെ ദേവനാൽ നിർമ്മിക്കപ്പെട്ട അതിമനോഹരമായ ഒരു ഭൂപ്രദേശം. ആ മണ്ണിന്റെ പേര് ഹിന്ദുസ്ഥാൻ എന്ന് പറയുമ്പോൾ ആ ചിരപുരാതനമായ സംസ്കാരത്തെ, ചരിത്രത്തെ, പാരമ്പര്യത്തെ വീണ്ടെടുക്കുക എന്നതാണ് ഹിന്ദുത്വം. ആ ഹിന്ദുവിനെ ലോക ഗുരുസ്ഥാനത്തേക്ക് ഉയർത്തുവാൻ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്നു എന്നോർക്കുക. 9 വർഷം കൊണ്ട് 60 കൊല്ലം കോൺഗ്രസിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു നരേന്ദ്രമോദി. മഹാസംഭവമാണത്. 9 വർഷം കൊണ്ട് 60 വർഷം കോൺഗ്രസിന് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ മറ്റു ഭരണകൂടത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തു. 2025 ആകുമ്പോൾ RSSന്റെ 100ാം ജന്മദിന. ആ ജന്മദിനത്തിൽ RSS ടാർഗറ്റ് ചെയ്തത് എന്താണ്? മുസ്ലിങ്ങളില്ലാത്ത, ക്രിസ്ത്യാനികളില്ലാത്ത നാടൊന്നുമല്ല. ഈ മണ്ണെല്ലാവരും ഒന്നായിരിക്കണം. പട്ടിണി കിടക്കുന്നവരോട് ജാതിയും മതവും ചോദിക്കാത്ത സാമ്പത്തിക സംവരണം, ഏക സിവിൽ കോഡ് അടക്കമുള്ള കാര്യങ്ങൾ BJPയിലൂടെ പ്രാവർത്തികമാക്കുമ്പോൾ സംഘപരിവാർ 100 ചില്ലാൻ സംഘടനകളാണ് അവർ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഭാരതത്തിലെ സർവ്വവ്യാപിയും സർവസ്പർശിയുമായി പ്രവർത്തിക്കുക, ഓരോ മേഖലകളിലും പ്രവർത്തിക്കുക. 2030 വികസിത ഇന്ത്യയെ കൊണ്ടുവരിക. 2047 നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്. 2030 അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഭാരതത്തിൽ പൂർണ്ണമാകും. അതായത് ഇന്ന് വരുന്ന റോഡുകൾ, എക്സ്പ്രസ് ഹൈവേകൾ, എയർപോർട്ടുകൾ എന്ന് തുടങ്ങി എല്ലാത്തിൻ്റെയും പണി 2027-30 സമ്പൂർണ്ണമായും പൂർത്തിയാകുമ്പോൾ പിന്നീട് വരുന്ന 17 വർഷക്കാലം വികസിത രാജ്യത്തിന് വേണ്ടിയുള്ള കുതിപ്പിലേക്ക് ഭാരതം ഉണ്ടാവും. 2040-45 തന്നെ ലോകത്തിലെ നമ്പർ 1 രാഷ്ട്രമായിട്ട് എൻ്റെ ഭാരതം മാറുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ പഴയ ഇന്ത്യ മതിയാവും. നിങ്ങൾ ആ ഇന്ത്യയെ കെട്ടിപ്പിടിച്ച് കിടന്നോളൂ. പക്ഷെ ഭാരതം മുന്നോട്ട് പോകും. കാരണം ഭാരതത്തിന്റെ ലക്ഷ്യം ധർമ്മമാണ്, ഭാരതത്തിന്റെ ലക്ഷ്യം സത്യമാണെന്നറിയണം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.